one from New Testament. When I say reproach, are you familiar with the word reproach? കേട്ടിട്ടുണ്ടോ? കുറച്ചുകൂടെ ഫെമിലിയർ ആയിട്ടൊരു വേർഡ്. ജോഷ് റിപ്രോച്ച് ഫെമിലിയർ ആയിരിക്കത്തില്ല, മക്കൾ കേട്ടെ. ബട്ട് യു ആർ ഫെമിലിയർ വിത്ത് ദ വേർഡ് ഷെയിം അല്ലേ? ഷെയിം, ബുള്ളി, ചിലപ്പോ ridicule, yeah, people pointing their finger at you. You may come across that situation. നിന്ന ഒരു പരിധി വരെ ജീവിതത്തിൽ പലപ്പോഴും അനുഭവിച്ചിട്ടുള്ളവരാണ് നമ്മൾ. നമ്മുടെ എല്ലാ അകത്ത് ഈ ഇൻബോൺ ആയിട്ടുള്ള കുറെ ഫിയറുകളുണ്ട്. മനുഷ്യൻ തന്ന കുറെ ഫിയറുകളുണ്ട്. ഇവിടെ ഈ പഴയ നിയമത്തിന്റെ നിന്ദയിൽ ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ ദൈവം 2 വലിയ വിടുതലുകളെ കൊടുത്തു. ജീവിതത്തിന്റെ റിപ്രോച്ച് മാറിപ്പോയ ഒന്നാമത്തെ ഇടമായിരുന്നു ചെങ്കടൽ. ചെങ്കടലിന്റെ തീരത്ത് when the Lord opened the door, the way they came out of Egypt, for sure they came out of that reproach. പക്ഷെ മക്കളെ കേൾക്കണേ, റെഡ് സീ കൊണ്ട് അവരുടെ റിപ്രോച്ച് തീർന്നില്ല. For next 40 years they were carrying another reproach. എന്തെന്നറിയാമോ? They started the journey, but people thought they are not going to make it. In fact, the entire generation who started the journey perished in the wilderness. യാത്ര തുടങ്ങി ഒരു തലമുറ മുഴുവൻ മരുഭൂമിയിൽ തീർന്നപ്പോൾ ലോകം കരുതി അവർ വാഗ്ദത്ത നാട്ടിൽ എത്തത്തില്ല. അതവരുടെ രണ്ടാമത്തെ നിന്ദയായിരുന്നു. പക്ഷെ നമ്മൾ അല്പം മുമ്പ് യോശുവയുടെ പുസ്തകം 5-ാം അധ്യായത്തിൽ വായിച്ചു. യോശുവ എന്ന അഭിഷിക്തനെ മുന്നിൽ നിർത്തി തന്റെ ജനത്തെ യോർദാൻ അക്കരെ കടത്തിയപ്പോൾ സ്വർഗം വിളിച്ചു പറഞ്ഞു, ഇല്ല, ഞാൻ എന്റെ ജനത്തിന്റെ നിന്നയെ ഉരുട്ടി മാറ്റിയിരിക്കും. മക്കളെ കേൾക്കണേ, ജീവിതത്തിൽ എവിടെങ്കിലുമൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രോമിസുകൾ ഉണ്ടായിട്ടുണ്ടാവും. ഒരു ദൈവിക വാഗ്ദത്തമുള്ളവരുടെ കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടല്ലേ. ചിലര് ഒന്ന് ആലോചിച്ചു കാര്യം ഉയർത്താൻ ഇച്ചിരി ലേറ്റ് ആണ്. പക്ഷെ ഞാൻ പറയാം, ഒരു വാഗ്ദത്തം ഇല്ലാത്ത ആരും ഇവിടെ ഇല്ല. നമ്മുടെ ലൈഫിൽ ഏറ്റവും വലിയ പ്രോമിസ് ആയിരുന്നു പ്രോമിസ് ഓഫ് സാൽവേഷൻ, രക്ഷ. അത് അനുഭവിച്ചവരൊന്നോടൊന്ന് കരമുയർത്തി. സാൽവേഷന്റെ പ്രോമിസ് കഴിഞ്ഞ് പാസ്റ്റർ നമുക്ക് ദൈവം തന്ന ഏറ്റവും വലിയൊരു പ്രോമിസ് ആയിരുന്നു പ്രോമിസ് ഓഫ് ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിന്റെ വാഗ്ദത്തം പ്രാപിച്ചവർക്ക് ഒന്ന് കരമുയർത്തി ദൈവത്തിന്. ഇതിനൊക്കെ നിങ്ങൾ ഈ £1,000,000 കിട്ടിയപ്പോ ചാടി പറയുന്നതിനേക്കാളും പറയുന്നത് രക്ഷ എന്ന ദാനം തന്നതിനായി സ്തോത്രം, അഭിഷേകം എന്ന ദാനം തന്നതിനായി സ്തോത്രം. ഞങ്ങൾക്ക് ഇതൊക്കെ ഒരു വലിയ ധനമായി എണ്ണുവാനുള്ളൊരു കൃപ തരണമേ. ഒത്തിരി പ്രോമിസുകളുണ്ട് ഈ ജേർണി. പക്ഷെ ഒരു വലിയ പ്രോമിസോട് പറഞ്ഞ് ഞാൻ അവിടെ ഒന്ന് വിടാം. കൈ ഉയർത്താൻ ഇച്ചിരി മടിച്ചോണ്ടാണല്ലേ. വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് പ്രോമിസ് വി ഹാവ് ടുഡേ ഇസ് ദ പ്രോമിസ് ഓഫ് ഹിസ് കമ്മിങ്. അവിടുത്തെ വരവിന്റെ വാഗ്ദത്തം ഉള്ളവരൊന്ന് കരമൊന്ന് കാണട്ടെ. ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായി, ഒരു വാഗ്ദത്തം ഇല്ലാതെ ആരുമില്ല. നമ്മളെല്ലാരും പ്രോമിസ് നിൽക്കും. Remember, when you have a promise, the very same promise can become a reason of reproach in your life. വാഗ്ദത്തം ഉള്ളവരെല്ലാം കേട്ടോ, നിങ്ങൾ കർത്താവിന്റെ സന്നിധിയിൽ പ്രാപിച്ച അതേ വാഗ്ദത്തം ഒരു നാൾ കഴിയുമ്പോൾ ഒരു നിന്ന ചുമക്കുന്നത് പോലെ നിങ്ങൾക്ക് അനുഭവപ്പെട്ടേക്കും. ഞാൻ ഉദാഹരണം പറയാം. ഇപ്പൊ വായിച്ചത് തന്നെയാണ് ഉദാഹരണം. Israelites, when they are coming out of Egypt, you should remember the forefather named Abraham who received a promise. I will give this land to your generation. പൂർവ്വപിതാവായ അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തമാണ്, ഞാൻ നിന്റെ തലമുറയ്ക്ക്. പിതാവ് കൂടാരങ്ങളിൽ നിന്ന് കൂടാരങ്ങളിലേക്ക് പോയപ്പോൾ സ്വർഗം കൊടുത്ത പ്രോമിസ്. വർഷങ്ങൾ പലത് കഴിഞ്ഞു. When they were slaves for almost 400 years, to be specific 440 years. നീ ഒന്ന് പറഞ്ഞേ, ആ പ്രോമിസ് 400 years കഴിഞ്ഞപ്പോ അത് പ്രോമിസ് ആണോ അതോ റിപ്രോച്ച് ആണോ? മനസ്സിലാവുന്നില്ല എന്ന് തോന്നുന്നു. ആയോ? സ്വന്തം 4 പേരോട് നമ്മൾ പറഞ്ഞു ഓഫർ കിട്ടിയ കാര്യം, സ്റ്റെപ്പ് എടുത്ത് വെക്കുന്ന കാര്യം,
ഒരാഴ്ചയൊന്നും കുഴപ്പമില്ല, ഒരു മാസം കുഴപ്പമില്ല, കുറച്ചൊക്കെ കഴിയുമ്പോൾ ചോദ്യങ്ങൾ ഉയരും. എന്തായി എന്തായി എന്തായി? നമ്മുടെ നാടിന്റെ ഒരു കൾച്ചറുണ്ട്. കൊച്ചു വളർന്നു വരുമ്പോൾ തന്നെ അടുത്ത ചോദ്യമാണ് എവിടാ പഠിപ്പിക്കുന്നത്, പഠിച്ചു കഴിയുമ്പോൾ എപ്പോഴാ കല്യാണം, കല്യാണം കഴിഞ്ഞ് അടുത്ത് തന്നെ ചോദിക്കാൻ തുടങ്ങും വിശേഷമായ അടുത്തതായി. ഈ നമ്മളുടെ ആ ഓവർ എക്സ്പെക്ടേഷന്റെ ബേർഡൻ നമ്മുടെ കൾച്ചറിലുണ്ട്. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും. കർത്താവ് തരുന്ന വാഗ്ദത്തങ്ങൾ ലജ്ജ കൂടാതെ വിളിച്ചു പറയുമ്പോഴും അതിനുവേണ്ടി നിൽക്കുമ്പോഴും ഒക്കെ നിങ്ങൾ ചുമക്കേണ്ടി വരുന്ന ചില നിന്ദകളെ നിങ്ങൾ മറന്നു പോകല്ല. മനുഷ്യനത് വലിയ കൺസേൺ ഇല്ലായിരിക്കും, പക്ഷെ 400 years കഴിഞ്ഞാലും 440 years കഴിഞ്ഞാലും അത് മറന്നു കളയാത്തൊരു കർത്താവ്. പുറപ്പാടിന്റെ പുസ്തകം തുറക്കുമ്പോൾ തീച്ചൂളയ്ക്കകത്ത് ഇറങ്ങി നിന്നോണ്ട് സ്വർഗം വിളിച്ചു പറയുന്ന ഒരു വാക്കുണ്ട്, ഞാൻ എന്റെ ജനത്തിന്റെ കരച്ചിൽ കേട്ടു, ഞാൻ എന്റെ ജനത്തിന്റെ നിലവിളി കേട്ടു, അവരുടെ കഷ്ടം ഞാൻ കണ്ടു. നിന്ന ചുമക്കുന്നവർക്ക് വേണ്ടി എവിടെങ്കിലുമൊക്കെ ദൈവിക വാഗ്ദത്തങ്ങളുമായി നിങ്ങൾ പുറപ്പെട്ട ചില ഇടങ്ങളിൽ ശുശ്രൂഷ ആയിക്കോട്ടെ, ദേവദാസനെ ചർച്ച് നിങ്ങളെ ദൈവം ഏൽപ്പിച്ച മിഷൻ ആയിക്കോട്ടെ, ഓരോ ചുവടിലും നമുക്ക് തന്നെ തോന്നും നമുക്കിത് അക്കരെ എത്തിക്കാം.